അപ്പോഴേക്കും ഞാൻ ശരിയാവും. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, എന്തു പറ്റി? പെട്ടെന്ന് താനെന്താ സൈലന്റ് ആയേ? അല്ല സർ, ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? അല്ല, സാധാരണയായിട്ട് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങള് ഛർദിക്കുകയും തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്യുമ്പോ കാണുന്നവര് വേറെ പലതും പറയാ. വേറെന്തു പറയാൻ? എന്ന് പറഞ്ഞാ സാർ എല്ലാരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കല്ലേ. തന്നെ കുറിച്ച് ഞാൻ ആരോടും അനാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ? പറഞ്ഞില്ലേ? ഞാൻ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞില്ലേ? ആ രാജുവേട്ടനാണെങ്കിൽ അത് കേട്ടപ്പോ മുതൽ അനങ്ങരുത് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുക. ഓ, സാറിന് ചിരിയാ. എന്റെ മാനക്കേട് എനിക്കല്ലേ അറിയൂ. ഇതിലെന്ത് മാനക്കേട്? അയ്യോ, ഇനി റോഡിൽ കിടന്ന് തർക്കിക്കാൻ ഞാനില്ല. ആ, സാർ ഒരു ഉപകാരം ചെയ്യോ? എന്താ? നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ ചിലപ്പോ ആരെങ്കിലും അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോ സാറ് ഞാൻ ചുമ്മാ പറഞ്ഞതാന്നങ്ങ് പറഞ്ഞേക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞേക്കാം. സത്യമല്ലേ? ഇനി അവിടെ ചെല്ലുമ്പോ കാല് മാറുവോ? ഒരു പ്രശ്നമില്ലടോ, ഞാനല്ലേ പറയുന്നേ. എന്നാ വാ. അതെ, ആദ്യം നമുക്ക് പോയി മരുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതെന്തിനാ? വീട്ടിലെ ഭക്ഷണം ഇല്ലേ? വീട്ടിലെ ഭക്ഷണമാണല്ലോ നമ്മൾ ഈ കഴിച്ചോണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ച് ഒക്കെ ആവാം. ഒന്നാമത് എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം പിടിക്കില്ല. അതും ഈ അവസ്ഥയിൽ പോയി കഴിച്ചാ. ശരി, ഒരു ജ്യൂസ് കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ആ, അത് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അപ്പോഴും ഞാൻ ഛർദിച്ചാലോ? ഞാനങ്ങ് സഹിച്ചു. നമ്മൾ മരുന്ന് വാങ്ങുന്നു, ഒരു ജ്യൂസ് കുടിക്കുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. എല്ലാവരോടും താൻ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു. ഓക്കെ ഓക്കെ അല്ലേ? എന്നാ പകരിക്കൂ. ശരി. സൂര്യ സാറാണല്ലോ. ഹലോ സാറേ. രാജുവേട്ടാ, അച്ഛൻ അവിടെ ഇല്ലേ? ഉണ്ട് സാറേ, ഞാനിപ്പോ കണ്ടല്ലോ. ആണോ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ പറയാം സാറേ. അതെ, അച്ഛനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താ സാറേ? അത് ഞാനേ ഡോക്ടറെ അടുത്ത് വന്നല്ലോ. പരിശോധന കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. എന്ത് സാറേ? നന്ദിനി പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തു. എന്റെ ദൈവമേ, ഞാനെന്താ കേക്കണേ? ഞാനിപ്പോ തന്നെ ചെന്ന് പറയാം സാറേ. എന്നിട്ട് നന്ദിനി എവിടെ സാറേ? അയാള് വണ്ടിയിലിരിക്കുക. അയാൾക്ക് ആകെ നാണോ എല്ലാം കൂടി. ഉണ്ടാവും സാറേ, നാണം ഉണ്ടാവും. ഞാൻ ചെന്ന് പറയട്ടെ സാറേ എല്ലാവരോടെ. ശരി. എന്താ ഇത്? എവിടെ നോക്കിട്ടാ വരുന്നേ? മാറിക്കടി. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുമ്പോഴാ അവളുടെ ഒരു സാറേ, യതീന്ദ്ര സാറേ, മാഡം, യതീന്ദ്ര സാറേ, മാഡം. എന്താ എന്താ സാറേ? സാറേ, എന്ത്? സൂര്യ. അതെ സാറേ, അതെ സാറേ. എന്താടാ, എന്തിനാ നീ അണക്കുന്നേ? നീ എന്തിനാ എല്ലാരും വിളിച്ചു വരുത്തി? സന്തോഷം കൊണ്ട് സാറേ. സാറിനെ സൂര്യ സാർ വിളിച്ചിരുന്നു.
സാറിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. എന്താ അവൻ പറഞ്ഞത്? സാറേ, നന്ദിനി ഛർദിച്ചത് എന്തിനാണെന്നറിയോ? ഏ? മാഡം, നന്ദിനി തലയിറങ്ങി വീണത് എന്തെന്നറിയോ? നന്ദിനി ഗർഭിണിയാ സാറേ, ഗർഭിണി. ആണോ? ഡോക്ടർ പറഞ്ഞു സാറേ. ഏ? ആ, അവരെവിടെയാന്നാ പറഞ്ഞത്? എപ്പോ വരും? അവരിപ്പോ വരും സാറേ. ആണോ? ആ, ഈശ്വര, അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോവാ. അതെ. അയ്യോ, പത്മ, നന്ദിനിയോട് തനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു നല്ല മുഹൂർത്തമാണ്. ഒരു കാരണവശാലും നന്ദിനി സൂര്യൻ വന്ന് കയറുമ്പോ മുഷിഞ്ഞ മുഖത്തോടെ അവരെ സ്വീകരിക്കരുത്. ഒരു അമ്മയുടെ കടമ താൻ ചെയ്യേണ്ട സമയമാണിത്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഉം? ഇനി ആ വേലക്കാരുടെ പ്രസവം കൂടെ നോക്കണോ ഞാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് അയച്ചോളണം. താൻ എന്ത് ഭ്രാന്ത ഈ പറയുന്നത്? നന്ദിനി ഗർഭിണിയാണ്. അയ്യോ, അത് സൂര്യയുടെ കുഞ്ഞാണ്. അവളെ അവളുടെ കുഞ്ഞിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആണോ? എനിക്കില്ല. അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ സൂര്യ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ മുതൽ ഞാൻ പറയുന്നതാ, അത് അച്ഛനും മകനും കൂടി വേണോന്ന് വെച്ച് കരുതിക്കുട്ടി ചെയ്തതാണെന്ന് ഇപ്പൊ പൂർണ്ണമായി. ആ സന്തോഷത്തിലല്ലേ നിങ്ങള്? എനിക്കത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വാ ഇങ്ങോട്ട്. മാഡം, മോളെ, അമ്മ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങൾ ചെയ്ത വലിയൊരു തെറ്റ് ക്ഷമിച്ചവനാ സൂര്യ. നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് മമ്മി പറയുന്നതേ അനുസരിക്കാൻ പറ്റൂ. മമ്മി പറയുന്നത് തന്നെ ഡാഡിയും ചെയ്താൽ മതി. എന്താ സാറേ ഇതൊക്കെ? ഇത്രയും നല്ല സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടിട്ട്. താനൊന്നും കാര്യമാക്കണ്ട. മക്കള് വരുമ്പോ അവരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യേ. ശരി സാർ. ഈ സന്തോഷ വർത്തമാനം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതാ. അതിലൊരു കുറവും വരാൻ പാടില്ല. ചെല്ല്. ഒരു കുറവും വരില്ല സാർ. ഏയ്, തന്നെ തന്നെ. എടോ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. എന്താ തന്റെ പേര്? തരുൺ. വേദയുമായിട്ട് തനിക്കെന്താ കണക്ഷൻ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? യൂത്തിന്റെ ശൗര്യമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? അവളെന്റെ ക്ലാസ്മേറ്റ് ആണ്. അതിൽ കൂടുതൽ ഒന്നുമില്ല. നിങ്ങള് വേദയുടെ ആരെങ്കിലും ആണോ? ഞാൻ അവളുടെ കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നിങ്ങൾ തമ്മില് പ്രണയമാണോ? ആണെങ്കി നീ കിടന്ന് ചാടണ്ടട ചെറുക്ക.